വന്നിട്ടുള്ളത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ് സെന്റ് ആന്റണി അന്തോണിസ്യാളുടെ ബംഗളൂരു അടുത്താണ് ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രം. നമ്മുടെ അന്തോണിസ്യാളുടെ പേരിൽ ഒരുപാട് പള്ളികളും ഉണ്ടെങ്കിലും ഇപ്പോൾ കലൂര് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ കുറേ പേരുണ്ട്. ഇത് നമുക്ക് പള്ളിയോട് അടുത്ത് തന്നെയുള്ള പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പൊ നമ്മൾ പാർക്കിംഗ് ചെയ്തേക്കുന്നത്. കാരണം ഇന്നിപ്പോ ഒരു ശനിയാഴ്ചയാണ് ഞങ്ങൾ വന്നത്. ശരിക്കും ഇവിടുത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. അപ്പൊ അന്തോണിസ്യാളുടെ ദിവസം നമ്മൾ സാധാരണ ചൊവ്വാഴ്ച പറയാറ്. അപ്പൊ ചൊവ്വാഴ്ചകളിലൊന്നും ഇവിടെ അടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ പിൽഗ്രിം സെന്ററും പിന്നെ ഇവിടെ അടുത്ത് ബാക്കിൽ നമുക്ക് പള്ളിയൊക്കെ കാണാൻ പറ്റും. അപ്പൊ ചൊവ്വാഴ്ചകളിൽ നമുക്ക് ഇവിടെ അടുക്കാൻ പറ്റില്ല. ഇവിടേക്ക് പാർക്കിംഗ് ഒന്നും വരാൻ പറ്റില്ല. കുറച്ചപ്പുറത്ത് വേറെ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടും കൂടി ഉണ്ട്. പഴയ പള്ളിയും ഇപ്പുറത്ത് പുതിയ പള്ളിയാണ്. അപ്പൊ പഴയ പള്ളിയിലാണ് നമുക്ക് അന്തോണിസ്യാളുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. അപ്പൊ അവിടെ ക്യൂ ആയിട്ട് നിന്ന് അപേക്ഷ കൃതജ്ഞതയൊക്കെ ഇടാം. അപ്പൊ നമ്മള് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അപേക്ഷയുണ്ട്, കൃതജ്ഞതയുണ്ട്. അപ്പൊ നമ്മൾ നേരിട്ട് പറയുന്നതാണെങ്കിലും ഇവിടെ ഇടാറുണ്ട്. ഒരു അത്ഭുത കിണറെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് ചെട്ടിക്കാട്. അപ്പോൾ നമ്മൾ ഒരുപാട് രോഗസൗഖ്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയും തെളിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് സൗഖ്യങ്ങൾ പ്രാപിച്ചൊരു കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളും അതിൽ നിന്നൊക്കെ കോരി കുടിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കും ഉണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട്. നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഊട്ട് നേർച്ചയ്ക്ക് പറഞ്ഞ ക്യൂ നിൽക്കുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ അടുത്ത് തന്നെ തുലാഭാരം നടത്തുന്ന സ്ഥലമുണ്ട്. നമുക്ക് ആളുകൾ ഇരുന്നിട്ട് അപ്പുറത്ത് എന്ത് വെച്ചിട്ട് വേണമെങ്കിലും തുലാഭാരം നടത്താം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ കൗണ്ടറുണ്ട്. നമുക്ക് പലതരം സംഭാവനകൾ, വഴിപാട് അല്ലെങ്കിൽ നേർച്ചകൾ, അങ്ങനെ ഓഫീസ് കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഓരോന്നിനും നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ നമുക്ക് സംഭാവന ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുർബാന ഏൽപ്പിക്കണോ, നൊവേന ഏൽപ്പിക്കണോ, മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഇത് ഏൽപ്പിക്കണോ, അങ്ങനെ പല പല കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ സ്റ്റാളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് ഉണ്ട്. അത് വളരെ നല്ലൊരു പക്ക അറേഞ്ച്ഡായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. കിഴക്കിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഒരു പള്ളിയിൽ ചൊവ്വാഴ്ച അടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. ഇവിടെ ഷൂട്ട് ചെയ്യാനോ അതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത്രമാത്രം ജനസാഗരങ്ങളാണ് ഇവിടെ വന്ന് അന്തോണിസ്യാളിനോട് ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. അത്രമാത്രം അനുഗ്രഹങ്ങൾ അന്തോണിസ്യാളിനോട് കിട്ടുന്നുമുണ്ട്. പിന്നെ അങ്ങനെ കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. അതായത് കല്യാണം നടന്നവരുണ്ട്, കുട്ടികളുണ്ടായവരുണ്ട്,
അങ്ങനെ വീട് വെച്ചവരുണ്ട്, ജോലി ശരിയായവരുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ. ഈ സ്ഥലങ്ങൾ മൊത്തം നമുക്കിതുപോലെ ഫോട്ടോസാണ്. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ഒരുപാട് പേര് അവിടെ നമുക്ക് എന്താ പറയുക നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സാക്ഷ്യപ്പെടുത്താമെന്ന് പോലും നേർന്ന് പോകുന്നവരുണ്ട്. ആ വിശ്വാസം അത്രമാത്രമാണ്. എന്തുകൊണ്ട് പുണ്യാളൻ ഈ ഉണ്ണീശോയോട് പറഞ്ഞ കാര്യം നടത്തി തരുമെന്ന്. അത്രയും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധനായിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യണത്. അപ്പോൾ എല്ലാവരും അന്തോണീസ് പുണ്യാളൻ്റെ മധ്യസ്ഥത്തിലൂടെ കുറച്ചും കൂടെ ഈശോയിലേക്ക് അടുക്കുവാനും അങ്ങനെ കൂടുതൽ വിശുദ്ധരായിട്ട് ജീവിക്കാനും എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തൊക്കെ. താങ്ക് യു. നോവേനയുടെ പുസ്തകം ഉണ്ടോ? നോവേനയുടെ